എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് നാണക്കേടാണെന്നും പൊളിച്ചു പണിയാനുള്ള ഫണ്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. IIT-യിലെ വിദഗ്ധർ പഠനം നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും. പിന്നെ ആദ്യം ഒരു പഠനം നടത്താൻ IIT-യിൽ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട് IIT എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിനെ വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിന് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റേണിംഗ് വേണം ഉദ്ദേശിച്ചത്. നേരത്തെ ഞാൻ വരുന്നതിന് മുന്നേ KSRTC CMD ശ്രീ പ്രമോദ് ഇവിടെ വന്നു. അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടതിന് ശേഷം ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം MLA പറഞ്ഞു കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളും KSRTC കൂടെ ചിലവാക്കുകയാണ്. അത് നാണക്കേടാണ്. ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാമെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും കാണുന്നില്ല. നമ്മൾ ശ്രമം നടത്തുകയാണ്. ശരിയായ ഒരു സോഴ്സും ആർക്കും പറയാനില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി വെള്ളം അപ്പുറത്ത് കൊണ്ട് ചാടിക്കാമെന്നാണ് പറയുന്നത്. ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിംഗ്. മന്ത്രി വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. പക്ഷേ ഫണ്ടില്ല, നാണക്കേടാണെന്ന് പറയുന്നു. ഈ നാണക്കേട് മാറ്റാൻ അടിയന്തരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് മന്ത്രി പറയുന്നത്? ഗുഡ് ഈവനിംഗ് സുജിയ. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ദുരവസ്ഥ കഴിഞ്ഞ കുറേ കാലമായി നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സ്ഥലം MLA കൂടിയായ TJ വിനോദാണ് ഈ കാര്യം വീണ്ടും ഉയർത്തിയത്. അതിന് ഉത്തരമായി നിയമസഭയിൽ തന്നെ മന്ത്രി പറഞ്ഞത് എറണാകുളത്തെ KSRTCയുടെ ബസ് സ്റ്റാൻഡ് പരിഹാസപാത്രമായി എന്നാണ്. അതിന് പിന്നാലെയാണ് മന്ത്രി ഈ ബസ് സ്റ്റാൻഡ് നേരിട്ട് സന്ദർശിച്ചത്. ഇന്ന് വൈകിട്ട് നടത്തിയ സന്ദർശനത്തിന് ശേഷവും മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നാണ്. പൂർണ്ണമായും ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതിയൊരു ബസ് സ്റ്റാൻഡ് പണിയുക സാധ്യമല്ല. അതിനുള്ള സാമ്പത്തിക ശേഷി നിലവിലില്ല. മാത്രമല്ല, നേരത്തെ വൈറ്റിലയിൽ KSRTCക്കായി ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു. അവിടെയും ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നടത്താൻ കഴിയില്ല എന്നാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു ചതുപ്പ് നിലമാണ്. ഈ ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തിയ ശേഷം അവിടെ ബസ് സ്റ്റാൻഡ് പണിയുകയും വലിയ സാമ്പത്തിക ബാധ്യതയാകുമെന്നാണ് പറയുന്നത്. പക്ഷേ താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. IIT-യിലെ ചില വിദഗ്ധ സംഘത്തെയാണ് ഇതിൽ പഠനത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. ഈ അവിടെയുള്ള നിലം ബേസ് ഉയർത്തും. അതിനോടൊപ്പം തന്നെ ഈ വെള്ളം ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള മുല്ലശ്ശേരി കനാലിനോട് ചേർന്ന് ഒരു വലിയ മതിൽ നിർമ്മിക്കും. ഈ കയറിയ വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനവും ഒരുക്കും. ഇതിന് റെയിൽവേയുടെ കൂടി സഹകരണം വേണമെന്നും മന്ത്രി പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ KSRTC ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റുകളടക്കം പുതുക്കി പണിയും. അതൊക്കെ തന്നെ കൂടുതൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട്. മാത്രവുമല്ല, ഒരു ഹൗസ് കീപ്പിംഗ് വിഭാഗം ഈ KSRTC ബസ് സ്റ്റാൻഡിൽ ഇനി ഉണ്ടാകും. അത് കേരളത്തിലെ മുഴുവൻ KSRTC ബസ് സ്റ്റാൻഡിലും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തെ നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും മന്ത്രി ഇന്ന് പറയുന്നുണ്ട്. TJ വിനോദ് MLA, ഹൈബീഡൻ MP, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ NSK ഉമേഷ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പമാണ് മന്ത്രി ഇന്ന് വിശദമായി തന്നെ KSRTC ബസ് സ്റ്റാൻഡും പരിസരവും സന്ദർശിച്ചത്. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മന്ത്രിയുടെ ഉറപ്പ് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയൊന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് എറണാകുളത്ത് വന്നു പോകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് കൂടിയാണ്.